എല്ലാവർക്കും കേരള PSC ട്രാൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂളാണ് തുടങ്ങുന്നത്. മൊഡ്യൂൾ 6 കേരള റിനൈസൻസ് അഥവാ കേരള നവോത്ഥാനം എന്നുള്ള 6ാമത്തെ മൊഡ്യൂൾ പ്രകാരമുള്ള ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മൊഡ്യൂളിൽ നമുക്ക് 2 SCERT ചാപ്റ്ററുകളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന് 7ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായമായ നവകേരള സൃഷ്ടിക്കായി എന്നുള്ള ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അധ്യായവും അടുത്തൊരു അധ്യായം 10ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായമാണ്. ഈ 2 അധ്യായമാണ് ഈ കേരള നവോത്ഥാനം എന്നുള്ള ഈ മൊഡ്യൂളിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 7ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായമായ നവകേരള സൃഷ്ടിക്കായി എന്നുള്ള അധ്യായമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നവകേരള സൃഷ്ടിക്കായി എന്ന് പറഞ്ഞ് പിന്നെ ഇതിൽ ആദ്യം തന്നെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. തമ്പുരാൻ്റെയും അടിമകളുടെയൊക്കെ ഉള്ള പഴയ സിസ്റ്റത്തെ കാണിക്കുന്നൊരു ഫോട്ടോ ആണ്. ഇനി ഇവിടെ ഒരു വരികൾ കൊടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട വരികളാണ്. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തവർ തമ്മിലുണ്ണാത്തോരിങ്ങനെ യൊട്ടല്ലഹോ ജാതി കോമരങ്ങൾ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തവർ തമ്മിലുണ്ണാത്തോരിങ്ങനെ യൊട്ടല്ലഹോ ജാതി കോമരങ്ങൾ. കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ് ഇത്. അപ്പോൾ ദുരവസ്ഥ എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ കുമാരനാശാൻ്റെയാണ്. അപ്പോൾ ദുരവസ്ഥ രചിച്ചത് കുമാരനാശാനാണ്. അതിലെ വരികളാണിത്. അപ്പോൾ അന്ന് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഐത്തം, ജാതി വിവേചനം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു കൃതിയിലൂടെ അദ്ദേഹം പറയുന്നത്. ഈ വരികൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മഹാകവി കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ ഏതാനും വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ. ഈ വരികളിൽ അന്നത്തെ കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്കറിയാം, ജാതി വിവേചനം, ശൈശവ വിവാഹം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഐത്തം എന്നുള്ള ദുരാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്നു എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നു. വസ്ത്രം, ജോലി, പാർപ്പിടം, ഭാഷ, പേര് തുടങ്ങി പല കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു. കൂടാതെ സ്ത്രീകൾക്ക് അവസര സമത്വം ഉണ്ടായിരുന്നില്ല. ഇത്തരം സാമൂഹികാവസ്ഥ നിലനിന്നിരുന്നത് കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പോൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഇതേ കാലഘട്ടത്തിൽ നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. അത്തരം മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ കേരള നവോത്ഥാന നായകരെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഓരോ പോയിൻറ്റുകളും നോട്ട് ചെയ്ത് വെക്കുക. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡായി വന്നിട്ടുള്ള ഒരു ഏരിയയാണ് കേരള നവോത്ഥാനം നായകരെ കുറിച്ചുള്ളത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഇതിൽ ഏതെങ്കിലും ഒരു നവോത്ഥാന നായകരെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പേനയും പേപ്പറൊക്കെ എടുത്ത് നിങ്ങൾ റെഡിയായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ ഐത്തത്തിനെതിരെ കിണറുകൾ എന്നാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഹെഡിങ്, വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുന്നതിനുള്ള ഹെഡിങ്. അപ്പോൾ ആദ്യകാല നവോത്ഥാന സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എവിടെയാണ്?
ശാസ്താംകോയിലാണ്. ശാസ്താംകോയിൽ എവിടെയാണ്? കന്യാകുമാരി. അപ്പോൾ കന്യാകുമാരിയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. അതേപോലെ ശാസ്താംകോയിൽ എന്ന് ചോദിച്ചാലും കന്യാകുമാരിയിൽ ശാസ്താംകോയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ജന്മസ്ഥലം നോട്ട് ചെയ്തെന്ന് കരുതുന്നു. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതുന്നവർക്ക് അവകാശം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, അതായത് സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്ന വിഭാഗക്കാർക്ക് അവകാശം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ഠ സ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പം അങ്ങനെ വെള്ളം കോരണിയിൽ അയിത്തം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ ഇഷ്ടം പോലെ ധാരാളം കിണറുകൾ കുത്തിക്കൊണ്ട് എല്ലാ ജാതിക്കാർക്കും അതിൽ നിന്ന് വെള്ളം കോരാം എന്ന് പറഞ്ഞുകൊണ്ട് അയിത്തത്തെ വെല്ലുവിളിച്ച ആളാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ കിണറുകൾ കുത്തി അയിത്തത്തെ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. ഇനി അടുത്തത് നോട്ട് ചെയ്യേണ്ട അടുത്ത പ്രധാന പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ കിണറുകൾ കുത്തി എന്ന് പറഞ്ഞു അയിത്തത്തിനെതിരെ. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അപ്പോൾ അടുത്ത പോയിൻ്റ്, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനനം, കിണറുകൾ കുത്തി, അയിത്തത്തിനെതിരെ കിണറുകൾ കുത്തി പ്രതിഷേധിച്ചു. അടുത്ത പോയിൻ്റാണ് സമപന്തി ഭോജനം. കൂടാതെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളോ? മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി, ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അപ്പോൾ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെയും ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയും ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. കൂടാതെ ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ അടുത്ത പോയിൻ്റ് സമത്വ സമാജം. അപ്പോൾ നമ്മൾ കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനനം, കിണറുകൾ കുത്തിയത്, പന്തിഭോജനം, സമത്വ സമാജം ഒക്കെ സമം എന്ന് ഓർത്താൽ മതി. സമപന്തിഭോജനവും സമത്വ സമാജവും. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാനാർ ലഹളക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചതും ഇദ്ദേഹമാണ്, വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അതേപോലെ ചാനാർ സ്ത്രീകളുടെ മാറുമറക്കൽ സമരം അല്ലെങ്കിൽ മേൽമുണ്ട് സമരത്തിനൊക്കെ നേതൃത്വം, അതിന് കാരണക്കാരനായതും അതിനുവേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. അതേപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്ത, അപ്പോൾ വേല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം തമിഴാണല്ലോ. വേല എന്ന് പറഞ്ഞാൽ തമിഴ് ജോലിക്കാണ് വേല എന്ന് പറയുക. അപ്പോൾ ശാസ്താംകോയിൽ ജനിച്ചു, ഇദ്ദേഹം ഒരു തമിഴ് ആളായിരുന്നല്ലോ. അപ്പോൾ ശാസ്താംകോയിൽ ജനിച്ചുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. കന്യാകുമാരിയിലാണ്, കന്യാകുമാരി തമിഴ്നാട്ടിലല്ലേ. അപ്പോൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ള വേല എന്നുള്ളത് തമിഴ് വാക്കായതുകൊണ്ട് വൈകുണ്ഠ സ്വാമികൾ എന്ന് ഓർത്തു വെക്കുക. അപ്പം ചാനാർ ലഹളക്ക് സ്വാമികളുടെ പ്രവർത്തനം പ്രചോദനമായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം.
വിദ്യയും വിത്തവും എന്ന തലക്കെട്ടിൽ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വിദ്യയും വിത്തവും എന്നുള്ള പേരിൽ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ജാതി മത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ജാതി മത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ നമ്മൾ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ്. തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിൽ. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അപ്പോൾ ജനനം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. പിന്നെ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി. നമ്മൾ പറഞ്ഞു സമപന്തി ഭോജനം നടത്തിയതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. എന്നാൽ മിശ്രഭോജനം ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. മിശ്രഭോജനം ചട്ടമ്പി സ്വാമികൾ. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ ചട്ടമ്പി സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ചു പ്രവർത്തിച്ചു. ഉപനിഷത്തുക്കളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. നോട്ട് ചെയ്തോളി. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നിവ ആരുടെ കൃതികളാണ് എന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്രാചീന മലയാളം ആരുടെ കൃതിയാണ് എന്നുള്ളത്. അപ്പോൾ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അടുത്ത പോയിന്റ്, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്നുള്ള വാക്ക് ആരുടേതാണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്നുള്ള വാക്ക് ചട്ടമ്പി സ്വാമികളുടെ വാക്കാണ്. ചട്ടമ്പി സ്വാമികളുടേതാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്നുള്ള വാക്ക്. ജാതിമത ചിന്തകൾക്ക് അതീതമായിരുന്ന അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം. കൊല്ലം ജില്ലയിലെ പന്മന. സ്വാമികൾ എന്ന് പറഞ്ഞിട്ടൊരു കോളമുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. നോട്ട് ചെയ്ത് വെച്ചോളി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെട്ടത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ എന്ന് പേര് കിട്ടാൻ കാരണം എന്താണ്? ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. അതായത് ക്ലാസ് ലീഡർ, ഇന്ന് നമ്മൾ പറയുന്ന പോലെ ലീഡർ ഉണ്ടല്ലോ, ക്ലാസ് ലീഡർ, അങ്ങനെ ആക്കി. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചട്ടമ്പി എന്നുള്ള പേര്, ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്നർത്ഥം വരുന്ന വാക്കാണ് ചട്ടമ്പി. അങ്ങനെയാണ് ആ പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരത്തെ കണ്ണൻമൂല. അതേപോലെ അദ്ദേഹത്തിൻ്റെ സമാധി കൊല്ലം ജില്ലയിലെ പന്മന. യഥാർത്ഥ പേര് അയ്യപ്പൻ. പിന്നെ പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നീ ഗ്രന്ഥം
വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന വാക്കുകൾ. ഇത്രയും കാര്യങ്ങളാണ് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാം നോട്ട് ചെയ്ത് വെച്ചു എന്നിരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കായ ശ്രീനാരായണ ഗുരുവിലേക്ക് പോവാം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാക്കുകൾ നോട്ട് ചെയ്തോളി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. അപ്പോൾ പ്രശസ്തമായ 3-4 വാക്കുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ. നോട്ട് ചെയ്ത് വെക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. പിന്നെ മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവും ഇല്ല. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ് മേൽ സൂചിപ്പിച്ചവ. ഇനി ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ഇനി നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. നമ്മൾ പറഞ്ഞു, അത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ജാതി ഇല്ലാതാക്കുക, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു. സർവമത സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു. ആലുവയിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചു വെച്ചു. അപ്പോൾ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത് നടത്തിയതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എവിടെയാണ് ചോദിച്ചാൽ ആലുവയിലാണ്. ആലുവയിലാണ് സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്തത്. അതിൻ്റെ കവാടത്തിലുള്ള വാക്കുകളും പ്രശസ്തമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം. അപ്പോൾ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനും ആണ് ഈ സമ്മേളനം എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ എഴുതപ്പെട്ട വാക്കുകളാണ് ഇത്. ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ എഴുതി വെച്ച വാക്കുകളാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ചിലപ്പോൾ ഈ സമ്മേളനം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് മാത്രം കൊടുക്കാം. അപ്പോൾ ആലുവയിലെ സർവമത സമ്മേളനത്തിൻ്റെ പ്രവേശന കവാടത്തിലെ വാക്കുകളാണ് ഇത്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന ഗുരുവിൻ്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ ഒരുപാട് വാക്കുകളായി നമ്മൾ ഇതിൽ പഠിക്കുന്നു. അപ്പോൾ എല്ലാതും നോട്ട് ചെയ്ത് വെക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. വിദ്യ കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. പിന്നെ നമ്മളെ മുകളിൽ പറഞ്ഞതൊക്കെ ഓർത്തു വെക്കുക. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളുടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിനറിയാമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു.
ആർഭാടവും അമിത വ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. അപ്പോൾ പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. അതേപോലെയാണ് SNDP രൂപീകരിക്കപ്പെട്ട വർഷം 1903. SNDP രൂപീകരിക്കപ്പെട്ട വർഷം 1903. ആരുടെ പ്രേരണയിലാണ് ശ്രീനാരായണ ഗുരു SNDP രൂപീകരിച്ചത്? ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയിലാണ് ശ്രീനാരായണ ഗുരു SNDP രൂപീകരിച്ചത് 1903. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ എവിടെയാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം എവിടെയാണ്? മറന്നോ? ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. എന്നാൽ ശ്രീനാരായണ ഗുരു ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. അപ്പോൾ ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ നമ്മൾ പറഞ്ഞു. പ്രാചീന മലയാളം വേദാധികാര നിരൂപണം. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. വിദ്യാലയം, പ്രധാന ദേവാലയം എന്നുള്ള ഈ ഒരു ഹെഡിങ്ങിൽ വരുന്ന കാര്യം നോക്കാം. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. ഇതിൽ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ വർഷം 1888 1888 അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ വർഷം. നെയ്യാറിൽ നിന്നുള്ള ശില എടുത്തുകൊണ്ടാണ് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്. അതേപോലെ കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ. അപ്പോൾ ദീപപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കാരമുക്ക് ക്ഷേത്രത്തിലാണ്. ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശിവഗിരിയിലാണ്. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന പ്രതിഷ്ഠ എവിടെയായിരുന്നു? കളവൻകോടത്താണ്. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്താണ് ശ്രീനാരായണ ഗുരു അവസാന പ്രതിഷ്ഠ നടത്തിയത്. അതെന്തായിരുന്നു? കണ്ണാടി പ്രതിഷ്ഠയാണ് ഗുരുവിൻ്റെ അവസാന പ്രതിഷ്ഠ. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് കളവൻകോടത്ത് പ്രതിഷ്ഠിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്ത് ഓം എന്നെഴുതിയ കണ്ണാടിയാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചത്. അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം കളവൻകോടത്താണ്, ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠയും കണ്ണാടി പ്രതിഷ്ഠയായിരുന്നു. അപ്പോൾ ഈ പ്രതിഷ്ഠകളൊക്കെ നോട്ട് ചെയ്യുക. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരി മഠത്തിലെ ശാരദ പ്രതിഷ്ഠ, ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തെ കണ്ണാടി പ്രതിഷ്ഠ. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു:
ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത വാക്കുകളാണ് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്നുള്ളത്. അതേപോലെ ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്നുള്ള വാക്കുകൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന വിദ്യാലയം ദേവാലയം തന്നെ ആകണം. അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വിദ്യാഭ്യാസം സാമൂഹ്യ മൂലധനം. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിത സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. അപ്പോൾ അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. 1904 അധസ്ഥിതർക്ക് മാത്രമായിട്ട് ഒരു വിദ്യാലയം അയ്യങ്കാളി സ്ഥാപിച്ചത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്നുള്ള പ്രശസ്തമായ വാക്കുകൾ അയ്യങ്കാളിയുടെ വാക്കുകളാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്നുള്ള വാക്കുകാരുടേതാണ് അയ്യങ്കാളിയുടെ വാക്കുകളാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളിയാണ്. ഇദ്ദേഹവും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് ജനിച്ചത്. ഇപ്പം നമ്മൾ പറഞ്ഞു ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ഇളവങ്കോടാണ് അദ്ദേഹം ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവയായിരുന്നു സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിച്ചു. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര എന്നുള്ള ഭാഗമാണ്. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അപ്പോൾ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. എവിടെ നിന്നാണ്? വെങ്ങാനൂരിൽ നിന്നാണ് വില്ലുവണ്ടി യാത്ര ആരംഭിച്ചത്. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. അപ്പോൾ 1893 വില്ലുവണ്ടി യാത്ര എവിടെ നിന്നാണ് തുടങ്ങിയത്? വെങ്ങാനൂരിൽ നിന്നാണ്.
അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. അടുത്ത സമരമാണ് കല്ലുമാല സമരം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. അപ്പോൾ കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാലകൾ ധരിച്ചിരുന്ന സ്ത്രീകളോട് അത് പൊട്ടിച്ച് വലിച്ചെറിയാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു. അങ്ങനെ അവരത് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ സമരമാണ് കല്ലുമാല സമരം. അപ്പോൾ വില്ലുവണ്ടി യാത്രയും കല്ലുമാല സമരവും അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. വില്ലുവണ്ടി യാത്ര 1893 വെങ്ങാനൂരിൽ നിന്നാണ് ആരംഭിച്ചത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു വില്ലുവണ്ടി യാത്ര. അടിമത്തത്തിൻ്റെ ചിഹ്നമായ കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ ആഹ്വാനം ചെയ്തതാണ് കല്ലുമാല സമരം. ഇനി മാറ്റങ്ങൾ തൂലികയിലൂടെ എന്നുള്ള ഭാഗത്തിൽ പഠിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചാണ്. മാറ്റങ്ങൾ തൂലികയിലൂടെ. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്നീ വാക്കുകളൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. കേരള സമൂഹത്തിൻ്റെ മാറ്റത്തിനു വേണ്ടി പ്രയത്നിച്ചവരിൽ പ്രമുഖനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇവിടെ കാഴ്ചപ്പാടുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി പോരാടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തിനെതിരൊക്കെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പോരാടിയത് എന്ന് നോക്കാം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. അപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ചെയ്തത് എന്നാണ് പറഞ്ഞത്. മലയാളം, ഉറുദു, അറബിക്ക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി മലയാളം, ഉറുദു, അറബി, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു. അപ്പോൾ മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കൊടുങ്ങല്ലൂരിലാണ് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ഐക്യ സംഘം കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചു. അറിവിൻ്റെ വെളിച്ചം പകരാൻ മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും അദ്ദേഹം ആരംഭിച്ചു. അപ്പോൾ മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകൾ ആരംഭിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ തന്നെയാണ് സ്വദേശാഭിമാനി പത്രവും. സ്വദേശാഭിമാനി എന്ന പേരിൽ പത്രവും ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ച് നോക്കാം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണ പിള്ളയായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപർ. ഈ പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1910 പത്രം കണ്ടുകെട്ടിയത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ചെന്നൈയിലേക്ക് നാടുകടത്തി. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവരാനാണ് സ്വദേശാഭിമാനി പത്രം രൂപീകരിച്ചത്.
1910 പത്രം കണ്ടുകെട്ടി പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തി. പ്രസ് മടക്കിക്കെട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന് അച്ചുകൂടമെന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത്. അപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന് അച്ചുകൂടമെന്തിന് എന്നുള്ള വാക്കുകൾ ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹം അതിൻ്റെ പത്രാധിപരായ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇത്. പത്രം മടക്കി കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കാതെ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്. ഇനി പ്രതിഷേധം പാട്ടിലൂടെ എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവിനെ കുറിച്ചാണ്. കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. അപ്പോൾ ഇതൊക്കെ പ്രശസ്തമായ കവിതകളാണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റെ കവിതകളാണ്. കവിതകളിലൂടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ. ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇത്തരം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും തൻ്റെ ആശയം പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയും യോജിപ്പിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. തിരുവല്ലയിലെ ഇരവി പേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അപ്പോൾ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ജനിച്ചത് തിരുവല്ലയിലെ ഇരവി പേരൂര്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. തിരുവല്ലയിലെ ഇരവിപൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു. സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാരഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അപ്പോൾ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അതേപോലെ പ്രത്യക്ഷ ദൈവരക്ഷാസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ശ്രീമൂലം പ്രജാസഭയിൽ 2 തവണ അംഗമായി. യുദ്ധവിരുദ്ധ ജാഥ. അപ്പോൾ യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. 1-ാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാരഗുരുദേവൻ്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത്. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെയാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. ശ്രീ കുമാരഗുരുദേവനാണ് ജാഥ നയിച്ചത്. സമാധാന ജാഥയായിരുന്നു. സമാധാനം, ലോകത്തിന് സമാധാനം എന്നായിരുന്നു മുദ്രാവാക്യം. അപ്പോൾ സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനായിരുന്നു. മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെയായിരുന്നു യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ
പ്രമുഖനായിരുന്നു വാഗ്ഭടാനന്ദൻ. അപ്പോൾ മലബാറിൽ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖനാരായിരുന്നു? വാഗ്ഭടാനന്ദനാണ്, വാഗ്ഭടാനന്ദ സ്വാമി. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. അപ്പോൾ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും സാമൂഹിക പരിഷ്കരണത്തിനും മലബാറിൽ നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? വാഗ്ഭടാനന്ദന സ്വാമികളാണ്. വാഗ്ഭടാനന്ദനാണ് മലബാറിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആത്മവിദ്യാസംഘമാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദ സ്വാമികളാണ്. ഇനി ഇവിടെ ഒരു കോളമുണ്ട്, പരിഷ്കർത്താക്കൾ, പ്രസ്ഥാനം, പ്രധാന പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഇത് നിങ്ങൾ നോട്ടിൽ വരച്ചിട്ട് ഇപ്പോൾ നമ്മൾ കേട്ട ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പൂരിപ്പിച്ച് ചെയ്ത. വൈകുണ്ഠ സ്വാമികൾ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജമാണ്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ചു. ക്ഷേത്രപ്രവേശനം, മേൽമുണ്ട് ധരിക്കൽ തുടങ്ങിയ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളോ? ചട്ടമ്പി സ്വാമികൾ നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കിയില്ല, പക്ഷേ അദ്ദേഹം എന്തിനൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് നോട്ട് ചെയ്തേക്കുക. ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയത് SNDP രൂപീകരിച്ചത് ശ്രീനാരായണ ഗുരു. അയ്യങ്കാളി ആണെങ്കിലോ സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഐക്യ മുസ്ലിം സംഘം, ഐക്യ കേരള മുസ്ലിം മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ. വാഗ്ഭടാനന്ദനാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ആത്മവിദ്യാസംഘം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. അങ്ങനെ അവരെന്തൊക്കെ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതും നിങ്ങൾ എഴുതുക. ഇനി സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് എന്നുള്ള ടോപ്പിക്കാണ് അടുത്തത് വരുന്നത്. സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക്. കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും പുരുഷാധിപത്യ കാഴ്ചപ്പാടും മൂലം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ കഷ്ടതകളും ആവശ്യതകളും വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതായിരുന്നു. നമ്പൂതിരി സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുക്കപ്പെട്ടു. തൊഴിലെടുക്കുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സവർണനിൽ നിന്നാണ് ചൂഷണവും സാമൂഹ്യ വിവേചനവും അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ നമ്പൂതിരി സ്ത്രീകളൊക്കെ വീടുകളിൽ ഒതുക്കപ്പെട്ടു. അവർണ സ്ത്രീകൾക്ക് സവർണരിൽ നിന്ന് ചൂഷണം അനുഭവിക്കേണ്ടി വന്നു. സ്ത്രീകൾ നേരിട്ട ഇത്തരം ചൂഷണങ്ങൾക്കും വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശബ്ദമുയർത്തി. അപ്പോൾ അതിൽ ഇത്തരം അസമത്വത്തിനെതിരേക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശബ്ദമുയർത്തി. നമ്മളിപ്പോൾ ചാനാർ ലഹളയുടെ കാര്യം പറഞ്ഞു. ചാനാർ ലഹളക്ക് പിന്നെ വൈകുണ്ഠ സ്വാമികളുടെ ഇപ്പോൾ വാക്കുകൾ പ്രചോദനമായി എന്ന് പറഞ്ഞു. ഇനി നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്, ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാനാർ ലഹള എന്ന് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരം. അപ്പോൾ തോൽവിറക് സമരം നടന്ന സ്ഥലം ചീമേനി, ജില്ല ഏതാണ്? കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരം. കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽ പുല്ല് സമരം. ഇത് നയിച്ചത് സ്ത്രീകളായിരുന്നു. അപ്പോൾ രണ്ട് പ്രധാന സമരങ്ങളാണ് നോട്ട് ചെയ്ത് വെക്കുക. മേച്ചിൽ പുല്ല് സമരവും തോൽവിറക് സമരവും. തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. കണ്ടക്കൈ നടന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിലാണ്. മേച്ചിൽ പുല്ല് സമരം നടന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിലാണ്. മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയത് കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്നത് തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ. മേച്ചിൽ പുല്ല് സമരം നടന്നതോ കണ്ണൂർ ജില്ലയിലെ കണ്ടക്കയിൽ. നേതൃത്വം നൽകിയത് കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. ഇനി നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനും എതിരെയുള്ള
ആ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള VT ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട് മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ VT ഭട്ടതിരിപ്പാടും MR ഭട്ടതിരിപ്പാടും പോലുള്ള നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർ തന്നെയാണ് നമ്പൂതിരി സ്ത്രീകളുടെ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ പ്രവർത്തിച്ചത്. അത് ആ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പ്രേംജിയുടെ ഋതുമതി എന്നീ നാടകങ്ങൾ നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടി. അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്, ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജി. ഈ രണ്ട് നാടകങ്ങളും നമ്പൂതിരി സ്ത്രീകളുടെ അന്നത്തെ പരിതാപകരമായ അവസ്ഥകൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടി. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം എന്നിവർ. സ്ത്രീ വിവേചനത്തിനും തൊഴിൽ ചൂഷണത്തിനും എതിരായും കൂലി കൂടുതൽ, വസ്ത്രധാരണം എന്നിവയ്ക്കു വേണ്ടിയും പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളും രൂപപ്പെട്ടു. ഇത് സ്ത്രീ പുരുഷ സമത്വത്തിൽ അധിഷ്ഠിതമായ ആധുനിക ജനാധിപത്യ കാഴ്ചപ്പാടിൻ്റെ രൂപീകരണത്തിന് സഹായകമായി. അപ്പോൾ നമ്പൂതിരി സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ നമ്മൾ പറഞ്ഞു. VT ഭട്ടതിരിപ്പാടും MR ഭട്ടതിരിപ്പാടും. അതിൽ പ്രേംജിയുടെ ഋതുമതി, VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. ഇനി അവർക്കിടയിൽ പ്രവർത്തിച്ച മറ്റ് ആളുകളായിരുന്നു ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം എന്നിവർ നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളായിരുന്നു. മിഷണറി പ്രവർത്തനങ്ങൾ. കേരളത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷനറിമാർ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ വിലപ്പെട്ടതായിരുന്നു. ജാതി മത ചിന്തകൾക്കതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും അവരുടെ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. അപ്പോൾ കേരള വിദ്യാഭ്യാസ രംഗത്ത് ക്രിസ്ത്യൻ മിഷനറിമാർ നൽകിയ പങ്ക് വളരെ വലിയ പങ്കായിരുന്നു. എല്ലാ ജാതിയിൽപ്പെട്ട കുട്ടികൾക്കും പഠിക്കാവുന്ന സാഹചര്യം അവരുടെ കീഴിൽ സ്ഥാപിച്ച വിദ്യാലയങ്ങളിൽ ഉണ്ടായി. ഈ വിദ്യാഭ്യാസ മുന്നേറ്റം കേരളത്തിൽ സാമൂഹികമായ ഉണർവിന് പ്രചോദനമായി. ഇനി കേരളത്തിൽ പ്രവർത്തിച്ച മിഷനറി സംഘങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയായിരുന്നു എന്നാണ് നോക്കുന്നത്. കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഈ ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അഥവാ CMS സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് കോട്ടയത്തുള്ള CMS കോളേജ്. ചർച്ച് മിഷൻ സൊസൈറ്റി, പിന്നെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഈ മൂന്നെണ്ണമായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷനറി സംഘടനകൾ. കേരളത്തിൻ്റെ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ ഉണർവ് സൃഷ്ടിച്ച മറ്റു പരിഷ്കർത്താക്കളായിരുന്നു സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, സനാഉള്ള സെയ്ദ് മക്തി തങ്ങൾ മുതലായവർ. അപ്പോൾ കേരള വിദ്യാഭ്യാസ മേഖലകളിൽ പുത്തനുണർവ് സൃഷ്ടിച്ച മറ്റ് സാമൂഹിക പരിഷ്കർത്താക്കൾ ആരൊക്കെയായിരുന്നു? സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, സനാഉള്ള സെയ്ദ് മക്തി തങ്ങൾ. സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ഇവർ ജനങ്ങളെ ബോധവൽക്കരിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം മാനവ മൈത്രി സന്ദേശം പ്രചരിപ്പിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു. ഇത്തരം സാമൂഹിക പ്രസ്ഥാനങ്ങളിലൂടെ ആർജിച്ച പുരോഗതിയാണ് കേരളത്തിൻ്റെ പിൽക്കാല വളർച്ചയെ മുന്നോട്ട് നയിച്ചത്. ഇനി ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. തൊഴിൽ, പേര്, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു.
സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. തൊഴിൽ, പേര്, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ അവസാന ഭാഗത്ത് ഒരു പഠന പ്രവർത്തനമുണ്ട്, ഈ ഒരു കോളം ഇതുകൂടി നോക്കാം. ഇത് നിങ്ങൾ നോട്ടിൽ ഇതുപോലെ തന്നെ എഴുതി വെക്കണം. എന്നിട്ട് ഈ കോളം ഒന്ന് യോജിപ്പിക്കണം. സമത്വ സമാജം, അതിന് ഇതിൽ യോജിച്ചതാരാണ്? സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അത് പിന്നെ നമുക്കറിയാം, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു, SNDP. സാധുജന പരിപാലന സംഘം, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. കേരള മുസ്ലിം ഐക്യസംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം ഐക്യസംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ഈ പട്ടിക നിങ്ങൾ വരച്ച് എഴുതി വെക്കുക. അതുപോലെ നമ്മൾ ഇവിടെ ഒരു പട്ടിക പറഞ്ഞല്ലോ, ഈ പട്ടിക ഇതുപോലെ ഒന്ന് പൂരിപ്പിച്ചിട്ട്, മുഴുവനായി പൂരിപ്പിച്ചിട്ട് നിങ്ങൾ സ്വയം ഒന്ന് എഴുതി നോക്കി വെക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഒറ്റ ഈ ഒരു പട്ടികയിലൂടെ തന്നെ നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ് ഈ പട്ടിക. ഇതുപോലെ ഈ പഠന പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊന്ന് സ്വയം നമ്മുടെ നോട്ടിൽ ചെയ്തു വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ മൊഡ്യൂളിലെ അടുത്ത ചാപ്റ്ററായ 10ാം ക്ലാസ്സിലെ 8ാം അധ്യായവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.